മത്സരത്തിന് ആരൊക്കെ ഉണ്ട്, അങ്കത്തട്ടിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള ചിത്രത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും UDFകാർക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊന്നും പ്രത്യേകം സംശയങ്ങളില്ല. രണ്ടാമതൊരാൾ അവിടേക്ക് കാണുന്നില്ല. നിലവിലുള്ള സിറ്റിംഗ് MLA തന്നെയായി കാണുന്നുള്ളൂ, അല്ലേ? വേറെ ഒരു പേരും അങ്ങോട്ട് ഉയർന്നു വരാൻ ഇടയില്ലാത്ത വിധം ഇവിടെ ഉയർന്നു നിൽക്കും. UDFന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും? UDFന്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും പെരിന്തൽമണ്ണയിൽ ഇക്കുറി 2026 എന്നുള്ളത് സാജുവിന്റെ സൈഡിൽ ഉയർന്നു നിൽക്കുന്നു. നജീബ് കാന്തപുരം ഇരിക്കുന്നു. നജീബ് കാന്തപുരം തലപ്പൊക്കത്തോടു കൂടിയിരിക്കുന്നു. തന്റെ ഉയരക്കുറവിനെ പരിഹസിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടിരുന്നു ഒരിക്കൽ നജീബ് കാന്തപുരം. ആ നജീബ് കാന്തപുരം ഇപ്പോൾ പെരിന്തൽമണ്ണയുടെ മണ്ണിൽ ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സാജു, എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ UDFന്റെ പെർഫോമൻസ് ഗ്രാഫ് എടുക്കുമ്പോൾ അത് താഴെ നിന്നും മുകളിലേക്ക് ഉയർന്നു എന്നുള്ളതിന് പല ഉത്തരങ്ങൾ ഒരു പക്ഷേ UDFകാർ നൽകുന്നുണ്ടാകും. പക്ഷേ ഏറ്റവും മുൻപന്തിയിലുള്ള ഉത്തരം നജീബ് കാന്തപുരത്തിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്, അല്ലെ? ഒരു സംശയവും വേണ്ടതില്ല. അതായത് നിരങ്ങി ജയിച്ചു വന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ ആ കഴിഞ്ഞ റിസൾട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ നജീബ് അല്ല ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അയാൾ വളരെ ശക്തമായി ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനകീയനായി മാറുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടത്. പെരിന്തൽമണ്ണക്കാർക്ക്, പെരിന്തൽമണ്ണയിലെ കുട്ടികൾക്ക് പഠിക്കാൻ സിവിൽ സർവീസ് അക്കാദമി പോലുള്ള വലിയ സ്വപ്നങ്ങൾ, ഉയരമുള്ള സ്വപ്നങ്ങളാണ് നജീബ് മുന്നോട്ട് വെച്ചത്. വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾക്കായി മുന്നോട്ട് പോയി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും UDF വോട്ട് ചോദിച്ചത് എന്തു പറഞ്ഞാണെന്നറിയോ? ഓരോ വാർഡിൽ നിന്നും ഞങ്ങളുടെ MLA നജീബ് കാന്തപുരത്തിലേക്കുള്ള ഒരു കണക്റ്റിംഗ് പോയിന്റ് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ അഭിമുഖീകരിച്ചത്. അതിനുകൂടി കിട്ടിയ വിജയമായി വേണം നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അസാധ്യമായ UDFന്റെ പെരിന്തൽമണ്ണയിലെ പെർഫോമൻസിനെ. നഗരസഭ തിരിച്ചു പിടിച്ചപ്പോഴൊക്കെ ഈ നജീബ് കാന്തപുരത്തെ തോളിലേറ്റ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പരിഹസിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഉയരക്കുറവിനെ. പക്ഷേ പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ ഇപ്പോൾ നജീബ് കാന്തപുരം അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നാൻ കഴിയാത്തതാണ് പിന്നീടുണ്ടായിട്ടുള്ള അവിടുന്നുള്ള റിസൾട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിന് മറ്റൊരു പാറ്റേൺ ഉണ്ടെങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു UDF അവിടെ പട നയിച്ചത്. ആ പട വിജയിച്ചു. ഒരു കാര്യം ഓർത്തോ, 3 പതിറ്റാണ്ടിന് ശേഷമാണ് പെരിന്തൽമണ്ണ നഗരസഭ പോലും പിടിച്ചെടുത്തത്. അവിടുത്തെ നമ്മൾ വോട്ടിംഗ് നില കൂടി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലേക്ക് പോയി കഴിഞ്ഞാൽ നഗരസഭയിൽ ആകെ 37 വാർഡുകൾ ഉള്ളതിൽ UDF 21 സ്വന്തമാക്കിക്കൊണ്ടാണ് വിജയിച്ച് കയറിയത് എന്നുള്ളതാണ്. അത് UDFനെ സംബന്ധിച്ച് മുമ്പുള്ള കാലങ്ങളിലാണ് കോട്ട പൊളിച്ചാണ് 21 വാർഡുകൾ പിടിച്ചെടുക്കുന്നത്. അസാധ്യമായ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ നജീബ് ഒരു കാരണമാണ്. നജീബിനെ പോലെ ഒരു യുവാവ് എന്ന നിലയിൽ പുതിയ കാഴ്ചപ്പാടും പുതിയ വികസന സങ്കല്പങ്ങളും വോട്ടർമാർക്ക് മുന്നിൽ വെക്കുകയും അതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് നജീബിന്റെ നേട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നജീബ് തന്നെ ഇക്കുറിയും UDF സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് പെരിന്തൽമണ്ണയിലേക്ക് ഉയർത്തിക്കാട്ടാൻ നജീബ് അല്ലാത്ത ഒരു പേരും ഈ ഘട്ടത്തിലില്ല എന്ന് ഉറപ്പിച്ചു പറയാം. ഇനി LDFന്റെ കാര്യമാണ്. LDF ആ സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ആരെ നിർത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രമില്ല. എങ്കിൽ കൂടിയും ചില സൂചനകൾ നമ്മൾ നൽകുന്നു. ആ സൂചനകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പെരിന്തൽമണ്ണയിൽ LDF കളത്തിലിറക്കാൻ സാധ്യതയുള്ള 2 പേർ. അതിൽ ആദ്യത്തെയാൾ V ശശികുമാർ. 2006 സാക്ഷാൽ P അബ്ദുൽ ഹമീദ് മാസ്റ്ററെ തോൽപ്പിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ തിരിച്ചുപിടിച്ച LDFന്റെ അന്നത്തെ MLA ശശികുമാർ. പെരിന്തൽമണ്ണയിൽ അട്ടിമറി നടത്തിയത് എന്നാണ് അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെട്ടത്. അത്രയ്ക്കുമുള്ള സ്വാധീനം പെരിന്തൽമണ്ണയിൽ ഉള്ള ആൾ, UDF വോട്ടിനെ പോലും സമാഹരിക്കാൻ ശേഷിയുള്ള ആളാണ്. എത്രയും ജനകീയനായ ആളാണ്. അതൊരു CPMന് LDFന് മുന്നിലുള്ള വലിയ ഓപ്ഷനാണ് ആ സ്ഥാനാർത്ഥിയെന്ന്. ഇനി ഒരു യുവാവിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ അത് DYFI നേതാവായ ശ്യാം പ്രസാദിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കാര്യം ഓർക്കണം, ഇത്തവണ MV ഗോവിന്ദന്റെ ജാഥ പോകുമ്പോൾ ആ ജാഥയിൽ MV ഗോവിന്ദൻ പോയ വാഹനത്തിൽ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്നത് അതൊരു സൂചനയായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. എനിക്ക് മറ്റൊരു സാധ്യത കൂടി പറഞ്ഞു കേട്ടിരുന്നു. അതിന് സാധ്യതയുണ്ടോ? തവനൂരിൽ നിന്നും KT ജലീൽ പെരിന്തൽമണ്ണയിലേക്ക് എത്തുമെന്ന കഥ. തീർച്ചയായും പാലോളി മുഹമ്മദ് കുട്ടി അടക്കം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. KT ജലീലിനെ തവനൂരിൽ നിന്ന് പൊന്നാനിയിൽ വന്ന് മത്സരിപ്പിച്ച് നജീബ് കാന്തപുരത്തെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് നജീബ് കാന്തപുരത്തിന് ബെറ്റ് വെക്കാമെന്നൊരു ആഗ്രഹം അവിടെ CPM നേതൃത്വത്തിനുണ്ട്. പക്ഷെ അത് നടക്കോ ഇല്ലേ എന്ന് അറിയില്ല. അതിന് ജലീൽ തയ്യാറാകുമോ എന്ന് ആദ്യം അറിയണം.
അപ്പോൾ ഏതായാലും നമുക്ക് എന്തായാലും ശ്യാം പ്രസാദിന്റെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി എന്നൊരു സൂചന നൽകിയിട്ടുണ്ട്. ശ്യാം ആണെങ്കിൽ അവിടെ ഒരു തീപ്പൊരി നേതാവാണ്. മലപ്പുറത്ത് അങ്ങനെയൊക്കെ സാനു കഴിഞ്ഞാൽ ഒരു തീപ്പൊരി നേതാവിന് പരമാവധി വളർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുഖമായി ശ്യാം വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പെരിന്തൽമണ്ണയിൽ ശ്യാം LDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ മത്സരത്തിലേക്ക് കൂടി കൊണ്ടുപോകാൻ LDFന് കഴിയും. കാരണം ഒരു യുവാവിനെ കൊണ്ടുവന്ന് മറുഭാഗത്തുള്ള അതേ തലപ്പക്കത്തോട്ട് നിൽക്കുന്ന ആളെ തടയാൻ ശ്രമിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും പക്ഷേ കഴിഞ്ഞ തവണ 38 വോട്ടിന് ജയിച്ച നജീബ് കാന്തപുരം അല്ല ഇപ്പോഴുള്ളത് എന്നത് LDFനും അറിയാം. അതുകൊണ്ട് ശക്തരിൽ ശക്തരായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാം. ഒരുപക്ഷെ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി പോലും വരാനുള്ള സാധ്യത പെരിന്തൽമണ്ണയിൽ ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ വി ശശികുമാർ എന്ന ജനകീയത ഒപ്പം അനുഭവ സമ്പത്തിനെ ഇറക്കുമോ അതല്ല ശ്യാം എന്ന തുറുപ്പ് ചീട്ടിനെ വെച്ചാൽ യുവത്വത്തിന് യുവ പ്രസരിപ്പിന് ചുറുചുറുക്കിനെ ഇറക്കുമോ എന്നതുകൂടി അറിയണം. എന്തായാലും ചെറിയൊരു സൂചന CPM അവിടെ നൽകിയിരുന്നു.